പിതാവിൻ്റെ കൂടെ ചേർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയും സ്വഹാബത്തിനെതിരെയും അതിശക്തമായ ആക്രമണങ്ങളും ആരോപണങ്ങളും അഴിച്ചുവിട്ടു ആ വ്യക്തി. കിട്ടാവുന്ന എല്ലാ വഴികളിലും ഹബീബിനെ ദുർബലപ്പെടുത്തുവാനും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ എല്ലാ രീതിയിലും അവഹേളിക്കാനും എല്ലാ വഴികളിലൂടെ, എത്ര നികൃഷ്ടമായ വഴികളിലൂടെയാണെങ്കിലും എല്ലാ ശ്രമങ്ങളും നടത്തി. ഉഹദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമായിരുന്നു ഈ വ്യക്തി. പക്ഷേ പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിലൊരാളായി, സത്യദീനിൻ്റെ പ്രധാന പോരാളിയായി, യുദ്ധങ്ങളിൽ ധീര സാന്നിധ്യമായി ദീനിനു വേണ്ടി അടിയുറച്ച ഒരു സ്വഹാബിയായി മാറി മഹാനവറുകൾ. ആരാണത്? അവരുടെ കഥ എന്താണ്? കേൾക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രബോധനം ആരംഭിക്കുന്ന സമയത്ത് ഇക്രിമയുടെ പ്രായം ഏകദേശം 30-നോടടുത്തതാണ്. ഉന്നതമായ ഗോത്രത്തിൽ ജനനം, കുലമഹിമയുള്ള ജീവിതം, പോരാട്ടവും അഭ്യാസവും എല്ലാം നിറഞ്ഞ ആ ഒരു യുവത്വം. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പോലെ ചുറുചുറുക്കുള്ള ആ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വരേണ്ട എല്ലാവിധ ക്വാളിറ്റിയും ഉള്ള ആളായിരുന്നു ഇക്രിമ. പക്ഷേ പ്രധാനപ്പെട്ട തടസ്സം സ്വന്തം പിതാവായിരുന്നു. ആരായിരുന്നു ആ പിതാവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരെ എല്ലാ വഴികളിലൂടെയും, ബദറിലും അതിന്റെ മുമ്പുള്ള എല്ലാ ഘട്ടങ്ങളിലും റസൂലിനെ കൊല്ലാനും നശിപ്പിക്കാനും തകർക്കാനും അണികളെ സജ്ജമാക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത സാക്ഷാൽ അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ വഴിയിൽ റസൂലിനെതിരെ എല്ലാ ആക്രമണങ്ങളും അഴിച്ചുവിട്ട് ബദറിലും ഉഹദിലും എല്ലാം കൂടെയുണ്ടായിരുന്നു ഇക്രിമ. മക്കയിലെ ഏറ്റവും വലിയ ബഹുദൈവാരാധകനും സ്വേച്ഛാധിപതിയും ധിക്കാരിയുമായിരുന്നു അബൂജഹൽ. ചെറുപ്പത്തിലേ അത് കണ്ടിട്ടാണ്, മദ്യവും അത്തരത്തിലുള്ള എല്ലാ പോക്കിരിത്തരങ്ങളും കണ്ടിട്ടാണ് ഇക്രിമ പിതാവിൻ്റെ കൂടെ വളരുന്നത്. മഖ്സൂം ഗോത്രക്കാരനായ ഇക്രിമ ചെറിയ പ്രായത്തിൽ തന്നെ കുതിരയോട്ടത്തിലും അഭ്യാസത്തിലും യുദ്ധതന്ത്രങ്ങളിലും യുദ്ധം പ്രാക്ടിക്കലി വിജയിപ്പിക്കുന്നതിലും കുതിരയോട്ടത്തിൻ്റെ മാസ്മരിക പ്രകടനങ്ങളിലൂടെ എല്ലാവരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു. പിതാവിൻ്റെ വഴിയെ മുസ്ലിങ്ങളെ ഉപദ്രവിച്ചും കഷ്ടപ്പെടുത്തിയും എല്ലാ കാര്യങ്ങളും ചെയ്ത് പിതാവിൻ്റെ ഒരു തനത് പിൻഗാമിയായി മാറുകയായിരുന്നു ഇക്രിമ. ബദറിൻ്റെ രണാങ്കണത്തിൽ മുഹമ്മദ് പരാജയപ്പെട്ടാലല്ലാതെ താനിനി നാട്ടിലേക്കില്ല എന്ന് ഇഷ്ടദൈവങ്ങളായ ലാത്തയെയും ഉസ്സയെയും മുൻനിർത്തി പ്രഖ്യാപിച്ചു അബൂജഹൽ. പക്ഷേ അബൂജഹലിനത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ബദറിൻ്റെ മണ്ണിൽ അടിതെറ്റി വീണ് മുസ്ലിങ്ങളാൽ കൊല്ലപ്പെട്ട അബൂജഹലിൻ്റെ ശരീരം പോലും നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയാതെ പേടിച്ച് ഭീതിയാൽ ഓടുകയായിരുന്നു ശത്രുപക്ഷത്തിലെല്ലാവരും, കൂട്ടത്തിൽ മകനായ ഇക്രിമയും കുടുംബവും എല്ലാവരും. ബദറിലെത്തിയ അബൂജഹൽ 3 കാര്യങ്ങളിലായിരുന്നു ഫോക്കസ് ചെയ്തത്. 1, ഒട്ടകമറുത്ത് വേവിച്ച് ഭക്ഷണം കഴിക്കുക, ധാരാളമായി മദ്യം കഴിക്കുക, തരുണികളുടെ നൃത്തങ്ങൾ കണ്ട് ആസ്വദിക്കുക. അത്തരമൊരു ജീവിതമായിരുന്നു മക്ക ഖുറൈശികളുടെ മിക്കവാറും ആളുകളുടെയും ജീവിതങ്ങൾ. തൻ്റെ മകൻ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചെങ്കിലും ഇക്രിമയ്ക്ക് ബദർ യുദ്ധത്തിൽ പിതാവ് അബൂജഹലിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിതാവ് വെട്ടേറ്റ് താഴെ വീഴുന്നതും പിടഞ്ഞ് മരിക്കുന്നതും കാണേണ്ടി വന്നു ഇക്രിമയ്ക്ക്. ഈ സംഭവത്തോടു കൂടി ഇക്രിമയ്ക്ക് ഇസ്ലാമിനോടുള്ള ശത്രുത, മുഹമ്മദ് നബിയോടുള്ള ശത്രുത സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം വർദ്ധിക്കുന്നു. കാരണം സ്വന്തം പിതാവിനെ വധിച്ചു മുസ്ലിം സൈന്യം. അതോടൊപ്പം തന്നെ മക്കയിലേക്ക് തിരിച്ചു ചെന്ന് പിതാവോ പ്രിയപ്പെട്ടവരോ വധിക്കപ്പെട്ട ആളുകളുടെ മക്കളെ ചേർത്ത് പിടിച്ച് അതിക്രൂരമായ പ്രതിപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റുകൂട്ടുകയായിരുന്നു ഇക്രിമയും സംഘവും. ഒരു ചാൻസ് കിട്ടിയാൽ മുഹമ്മദ് നബി ഇല്ലാതാക്കണം, സ്വഹാബത്തിനെ വകവരുത്തണം, ഇസ്ലാമിനെ തകർത്തില്ലാതാക്കണം എന്ന ചിന്ത സദാസമയം ഇക്രിമയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ശ്രമങ്ങൾ ഉഹദ് യുദ്ധം വരെ നീണ്ടു. ഉഹദ് യുദ്ധത്തിലേക്ക് ഇക്രിമ പുറപ്പെട്ടത് ഉമ്മു ഹക്കീം എന്ന സ്വന്തം ഭാര്യയും കുട്ടിയാണ്. അതിൻ്റെ കാരണം യുദ്ധം നടക്കുന്ന സമയത്ത് പ്രോത്സാഹനാജനകമാകുന്ന രീതിയിൽ പാട്ടുകൾ പാടുക, അവരുടെ സാന്നിധ്യത്തിൽ വീര കഥകളും പാടിയും പറഞ്ഞും യുദ്ധത്തിലുള്ള ആളുകളെ പ്രചോദിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിരുന്നു ഭാര്യയും മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. ഉമ്മു ഹക്കീമിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ അവിടെ സജ്ജമായിരുന്നു. അതിനുവേണ്ടി ദഫുമുട്ടിയും വീരോദാത്ത കഥകൾ പറഞ്ഞും ആ ശത്രു സംഘത്തെ ആ സ്ത്രീകൾ മോട്ടിവേറ്റ് ചെയ്തു. മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ആ ഒരു പ്രധാനപ്പെട്ട പോരാട്ടത്തിൽ ഖാലിദ് ബിൻ വലീദിനെ വലത് ഭാഗത്തും ഇക്രിമ ഇടത് ഭാഗത്തുമായിട്ടായിരുന്നു വിന്യസിച്ചിരുന്നത്. അബൂ സുഫിയാനായിരുന്നു സംഘത്തിൻ്റെ തലവൻ. ഈ ഒരു മൂവർ സംഘത്തിൻ്റെ ശക്തമായ പോരാട്ടത്തിൽ യുഹദ് യുദ്ധത്തിൻ്റെ 2ാം ഘട്ടത്തിൽ ഇസ്ലാമിന് വളരെ ഗൗരവതരമായ ചില പരിക്കുകൾ പറ്റുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അബൂ സുഫിയാൻ ഇത് ബദറിനുള്ള പകരം വീട്ടലാണ് എന്നുവരെ പറഞ്ഞ് സന്തോഷിക്കുന്ന ഘട്ടം മുഹദിലുണ്ടാകുന്നുണ്ട്. ഒരു ചെറിയ അനുസരണക്കേടിൻ്റെ, ഒരു അദബുകേടിൻ്റെ ഒരു കോൺസിക്വൻസ്, ഒരു അനന്തരഫലം എന്ന രീതിയിലാണ് ഇതെല്ലാം മുസ്ലിങ്ങൾക്ക് അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഇക്രിമ വലിയ സന്തോഷത്തിലായിരുന്നു. പിന്നീടാണ് ഖന്തക് യുദ്ധം ഉണ്ടാകുന്നത്. ശത്രുക്കൾ വിചാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ കിടങ്ങ് കുഴിച്ച് മുസ്ലിമീങ്ങൾ ആ സംഘത്തെ പ്രതിരോധിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു കാരണവശാലും വലിയ കിടങ്ങുള്ളത് കൊണ്ട് കടക്കാൻ കഴിയാതെ ദേഷ്യത്തിലും സങ്കടത്തിലും നിരാശയിലുമായിരുന്നു ഇക്രിമ ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും മുസ്ലിം പക്ഷത്ത് കടക്കണമെന്ന ചിന്ത അയാളെ പിടികൂടി.
കാരണം ക്ഷമ കാത്തിരുന്ന് ആ മുസ്ലിങ്ങൾ ആക്രമിക്കാൻ കഴിയാതെ ക്ഷമ നശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇക്രിമ എത്തുകയാണ്. അങ്ങനെ ഇക്രിമ ആ ഒരു കിടങ്ങ് പൂർണ്ണമായും പരിശോധിച്ചു. ഏതെങ്കിലും ചെറിയ വീതി കുറഞ്ഞ ഭാഗമുണ്ടെങ്കിൽ അതിലൂടെ ചാടിക്കിടക്കാം. അങ്ങനെ അതിന് ഏകദേശം പറ്റുന്നൊരു സ്ഥലം കണ്ടെത്തി ഇക്രിമ ശക്തനായ കുതിരയെ ചാടിച്ച് അങ്ങോട്ട് അപ്പുറത്തേക്ക് എത്തി. കൂടെ മറ്റൊരാളുണ്ടായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടി ചെന്നു. കൂടെയുള്ള ആൾ വധിക്കപ്പെട്ടു. പെട്ടെന്ന് പിന്തിരിഞ്ഞ് ഓടി രക്ഷപ്പെടുകയാണ് ഇക്രിമ അവിടുന്ന്. പിന്നീട് മക്ക വിജയത്തിൻ്റെ ദിവസം ഒരിക്കലും മുസ്ലിങ്ങളെ തടയാൻ സാധിക്കില്ല എന്ന് ഇക്രിമക്കും സംഘത്തിനും ഖുറൈശികൾക്കും എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കാനോ പ്രതിരോധിക്കാനോ പോകേണ്ടതിൽ അവർ വരുന്നത് പോലെ അവർ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ, പ്രതിരോധിക്കാൻ പോകേണ്ടതില്ല എന്നായിരുന്നു ഖുറൈശികളുടെ തീരുമാനം. മാത്രവുമല്ല, ഇങ്ങോട്ട് ആക്രമിക്കാത്ത ആരെയും അങ്ങോട്ട് ആക്രമിക്കരുത് എന്ന നിർദ്ദേശം മുസ്ലിം സൈന്യത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത് അവർക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടങ്ങാത്ത പക കാരണം ഒരു ചെറു സംഘത്തെ കൂട്ടി സൈന്യത്തെ അണിനിരത്തി ഇക്രിമ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് മുസ്ലിം സംഘത്തെ. ആ കാലം ആകുമ്പോഴത്തേക്കും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വളരെ മനോഹരമായൊരു ചെറുത്തുനിൽപ്പിലൂടെ, അറ്റാക്കിലൂടെ അവരെ തുരത്തി ഓടിക്കുകയാണ് ചെയ്തത്. അത്രമാത്രം ഇസ്ലാമിനോടും പ്രവാചകരോടുള്ള കലിയുണ്ടായിരുന്നു ഇക്രിമയുടെ മനസ്സിൽ. അങ്ങനെ ആ ഒരു സൈനിക നീക്കം ചില ആളുകൾ കൊല്ലപ്പെടുകയും കുറേ ആളുകൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഓടി രക്ഷപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഇക്രിമ ഇബ്നു അബൂ ജഹൽ. ഈ ഒരു പരാജയം കൂടെ ഉണ്ടായപ്പോൾ ഇക്രിമയുടെ മനസ്സിനത് വല്ലാതെ ബാധിച്ചു. നാട്ടിൽ നിൽക്കാൻ അഭിമാനവും സ്വസ്ഥതയും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇക്രിമ തരം താഴുകയാണ്. മാത്രമല്ല, വീണ്ടും ആ പക വീട്ടാനുള്ള ചിന്തയും ഇക്രിമയുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് അറിയുന്നത് മാപ്പപേക്ഷിക്കുന്ന എല്ലാവർക്കും മാപ്പ് കൊടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച വിവരം അറിയുന്നത്. പക്ഷേ ചില ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ എവിടെ കണ്ടാലും കൊല്ലുവാനുള്ള അത്രമാത്രം മദീനയിലെ ഭരണകൂടത്തിനെതിരെ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് വധിച്ചു കളയാനുള്ള തീരുമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടുണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു ഇക്രിമ. എവിടെ കണ്ടാലും അവരെ വധിച്ചു കളയണമെന്ന പ്രത്യേക നിർദ്ദേശം തൻ്റെ പേര് കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞ് ഇക്രിമക്ക് ധൈര്യമില്ലാതെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയിലേക്കെത്തി. മക്കയിൽ നിന്ന് ആരുമറിയാതെ രാത്രി യമൻ ലക്ഷ്യമാക്കി അവിടെ അഭയം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇക്രിമ യാത്ര പോവുകയാണ്. ഇതേ സമയം മറ്റൊരു കാര്യം മക്കയിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹക്കീമും അതുപോലെ ഉത്ബത്തിൻ്റെ മകളും അബൂ സുഫിയാൻ്റെ ഭാര്യയുമായ ഹിന്ദും ചേർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് പോയി കാണാനുള്ള ഒരു പുറപ്പാട് അവിടെ നടക്കുകയായിരുന്നു. അവരാരും ഇസ്ലാമിലേക്ക് വന്നവരല്ല. പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന 10ഓളം വരുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പ് ഏറെ കുറ്റം പറഞ്ഞവരും എതിർത്തവരും കളിയാക്കിയവരുമാണ്. ഈ ഹിന്ദിൻ്റെയും ഉമ്മു ഹക്കീമിൻ്റെയും നേതൃത്വത്തിലുള്ള 10ഓളം വരുന്ന ആളുകൾ, വേറെയും 10 സ്ത്രീകൾ, എല്ലാവരും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നുവെന്ന് മനസ്സുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു അവരെല്ലാവരും. അങ്ങനെ അവർ റസൂലിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ റസൂലുള്ളാഹിൻ്റെ 2 ഭാര്യമാരും പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഏതാനും ആളുകളൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. അങ്ങനെ അവർ റസൂലിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഹംസത്തോരുടെ പവിത്രമായ ശരീരം വികൃതമാക്കിയതിലുള്ള ലജ്ജയും അപമാനഭാരവും താങ്ങാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം മുഖം മറച്ചുകൊണ്ടാണ് ഹിന്ദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരുന്നത്. ഹിന്ദ് റസൂലുള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന് സർവസ്തുതികളും. അവനാണ് താൻ സ്വയം തിരഞ്ഞെടുക്കുകയും കൊണ്ടുവരികയും ചെയ്ത മതത്തെ വിജയിപ്പിച്ചതും ശക്തമാക്കിയതുമെല്ലാം. താങ്കൾക്കും എനിക്കും ഇടയിലുള്ള കുടുംബബന്ധത്തിൻ്റെ പേരിലെങ്കിലും അങ്ങ് ഞങ്ങളോട് കരുണ ചെയ്യണം, ഗുണകാംക്ഷ കാണിക്കണമെന്ന് വിനീതമായി അങ്ങയോട് അപേക്ഷിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ സത്യവിശ്വാസിനിയായിട്ടുണ്ട്. അങ്ങേയറ്റത്തെ ക്രൂരത ഹംസത്തോരോട് ചെയ്തതിൻ്റെയും മറ്റ് പല ക്രൂരതകൾ മുമ്പ് ചെയ്തതും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാകാം. ഇത്രയും പറഞ്ഞ് തീർത്തതിന് ശേഷം ഹിന്ദ് മുഖം മറച്ചത് അഴിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ഞാൻ ഉത്ബയുടെ മകൾ ഹിന്ദ് ആണ് യാ റസൂലല്ലാഹ്. ഉടനെ ഇത്രമാത്രം ക്രൂരതകൾ ചെയ്ത ഹിന്ദിൻ്റെ മുഖത്തേക്ക് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഹബൻ യാ ഹിന്ദ്. എന്തോ ഒരു പ്രയോഗമാണത്. ഒരു ഭാവമാറ്റവുമില്ലാതെ, ദേഷ്യമില്ലാതെ, ആക്രോശങ്ങളൊന്നുമില്ല, സുന്ദരമായ ഇസ്ലാമിൻ്റെ സൽപാന്താവിലേക്ക് അത്രമാത്രം ക്രൂരത ചെയ്തിട്ടും എല്ലാം ഒരു നിമിഷം കൊണ്ട് പുറത്തു കൊടുത്ത് ഹിന്ദിനെ ഇസ്ലാമിൻ്റെ മനോഹരമായ പാന്താവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, മർഹബ പാടുകയാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹിന്ദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ വീടിനേക്കാളും മോശമായി ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലവും ഈ ലോകത്ത് വേറെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങയുടെ വീടിനോളം പ്രതാപത്തിൽ ഞാൻ കാണാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം ഇസ്ലാമിന് ഞാൻ സമർപ്പിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. ഉടനെ ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹക്കീമും ഞാനും ഇസ്ലാമിലേക്ക് വരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഭർത്താവ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഉപ്പയും അത്ര ക്രൂരമായ കാര്യങ്ങൾ റസൂലുള്ളാഹിനോട് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഉമ്മഹക്കീം ഒന്ന് ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് കാരുണ്യത്തിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം ഭർത്താവിൻ്റെ കുടുംബക്കാർ അത്ര ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഏറ്റുപറഞ്ഞാൽ ഒന്ന് മാപ്പപേക്ഷിച്ചാൽ സ്വീകരിക്കുന്ന മഹാകാരുണ്യമാണ് തിരുദൂതർ എന്നവർക്കൊക്കെ അറിയാമായിരുന്നു. ഉടനെ ഉമ്മഹക്കീം പറയുന്നുണ്ട് തൻ്റെ ഭർത്താവിന് വേണ്ടി, നബിയെ, താങ്കൾ വധിച്ചു കളയുമെന്ന പേടിയിൽ എൻ്റെ ഭർത്താവ് ഇക്രിമ യമനിലേക്ക് പോയിട്ടുണ്ട്, താങ്കൾ അദ്ദേഹത്തിന് നിർഭയത്വം നൽകാമോ? ഉടനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇക്രിമ നിർഭയനാണ്, ഇക്രിമ നിർഭയനും സുരക്ഷിതമുള്ളവനുമാണ് എന്ന് റസൂൽ പ്രഖ്യാപിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ റോമക്കാരനായ ഒരു ഭൃത്യനെയും കൂടെ കൂട്ടി യമനിലേക്ക്, ആ ഭാഗത്തേക്ക് യാത്ര പോയിരിക്കാൻ സാധ്യതയുള്ള ഇക്രിമയുടെ ആ സഞ്ചാരപാതയിലൂടെ ഉമ്മു ഹക്കീം എന്ന ഭാര്യയും ഒരു റോമൻ ഒരു ഭൃത്യനും കൂടെ യാത്ര പോവുകയാണ്. യാത്രക്കിടയിൽ ആ റോമൻ കാരനായ ഭൃത്യൻ ഇക്രിമയുടെ ഭാര്യയെ മോശപ്പെട്ട രീതിയിൽ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നതും പിന്നീട് അവർ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരെ പിടിച്ച് മറ്റൊരു ബന്ധസ്ഥനാക്കിയിട്ട് ഒരാളുകളെ ഏൽപ്പിക്കുന്നതൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ചെങ്കടലിനടുത്ത് ആ യാത്ര, ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹക്കീം യാത്ര തുടർന്ന് ചെങ്കടലിനടുത്ത് തിഹാമ എന്ന് പറയുന്ന പ്രദേശത്ത് അവരെത്തുന്നു. അവിടെ ഇക്രിമയെ അവർ കണ്ടെത്തുന്നു. തുടർന്ന് അങ്ങോട്ട് അവിടുന്ന് അപ്പുറത്തേക്ക് യാത്ര പോകാനുള്ള ആ യാത്രയുടെ ഒരു നാവികനുമായി ഒരു കച്ചവടത്തിൻ്റെ ഒരു അഗ്രീമെൻറ്റുമായി സംസാരത്തിലായിരുന്നു ഇക്രിമ. അപ്പോൾ ആ നാവികൻ ഒരു മുസ്ലിമായിരുന്നു. അപ്പോൾ ആ നാവികൻ പറഞ്ഞു, സത്യസന്ധതയും വിശ്വസ്തയും താങ്കൾ കാണിക്കുകയാണെങ്കിൽ താങ്കൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ എത്തിച്ചു തരാം. അപ്പോൾ ഇക്രിമ ചോദിച്ചു, ആ മുസ്ലിമായ നാവികനോട് ചോദിച്ചു, ഞാൻ ഏത് വിധേനയാണ് സത്യസന്ധതയും വിശ്വാസ്യതയും ഒക്കെ കാണിക്കേണ്ടത്? അപ്പോൾ ആ നാവികൻ പറഞ്ഞു, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതനാണെന്നും നീ സത്യം പറയുക. ഇക്രിമ ഉടനെ പറഞ്ഞു, ഇക്കാര്യത്തിൽ നിന്ന് ഒളിച്ചോടി വന്നവനാണ് ഞാൻ. ആ ഘട്ടത്തിലാണ് ഉമ്മു ഹക്കീം എന്ന ഭാര്യ അവിടത്തേക്ക് എത്തുന്നത്. ഉടനെ തന്നെ ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹക്കീം ഇക്രിമയോട് പറയുന്നുണ്ട്, കുടുംബ ബന്ധങ്ങളെ മാനിക്കുന്ന, മാനുഷിക ഗുണങ്ങളെയൊക്കെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു നല്ല മനുഷ്യൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. സാക്ഷാൽ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിൻ്റെ അടുത്ത് നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ താങ്കൾക്ക് വേണ്ടി സുരക്ഷിതത്വവും നിർഭയത്വവും അവിടുത്തെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വയം നശിപ്പിക്കാൻ വേണ്ടി താങ്കൾ യാത്ര തുടരരുത്, താങ്കൾക്ക് തിരിച്ചു വരാം. ഉടനെ ഇക്രിം അത്ഭുതത്തോട് ചോദിച്ചു, നീ ആ മുഹമ്മദിനോട് സംസാരിച്ചുവോ സല്ലല്ലാഹു അലൈഹി വസല്ലം? തീർച്ചയായും സംസാരിച്ചു എന്ന് മാത്രമല്ല, താങ്കൾക്ക് എല്ലാവരും സുരക്ഷിതത്വവും പ്രവാചകൻ മുഹമ്മദിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ തിരിച്ച് യാത്രയെ പ്രതീക്ഷയോടെ യാത്ര. എവിടെ വെച്ച് കണ്ടാലും അത്രമാത്രം തീവ്രമായ പ്രവർത്തനങ്ങൾ മദീനക്ക് നേരെ നടത്തിയ ആളാണ്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് സുരക്ഷിതത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിൽ, ആ ഒരു സുരക്ഷിതത്വ ബോധത്തിൽ ഒരു യാത്ര തുടരുകയാണ്. നേരത്തെ നടന്ന ആ ഒരു മോശപ്പെട്ട പ്രവർത്തനത്തിന് വേണ്ടി ശ്രമിച്ച ആ ഭൃത്യനെ വഴിയിൽ വെച്ച് കാണുകയും വധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലും ഇക്രിമ. അങ്ങനെ ആ സംഘം മദീനയിലേക്ക് വരികയാണ്, മക്കയിലേക്ക് വരികയാണ്. യാത്ര ഇങ്ങനെ വരുന്നതിനിടയിൽ ഒരു വഴിയമ്പലത്തിൽ അവർ താമസിക്കുന്നതിനിടയിൽ ലൈംഗികമായ താല്പര്യത്തിന് വേണ്ടി ഇക്രിമ സ്വന്തം ഭാര്യയാണ് പ്രകടിപ്പിച്ചപ്പോൾ, താല്പര്യം പറഞ്ഞപ്പോൾ, പറ്റില്ല, ഞാനിപ്പോൾ മുസ്ലിമാണ്, താങ്കളത് ചെയ്യാൻ പറ്റില്ല, താങ്കൾ ഇസ്ലാമിലേക്ക് വരാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് ഭാര്യ ഉമ്മു ഹക്കീം. അപ്പോൾ ഇക്രിമ ചിന്തിക്കുന്നുണ്ട്, ഈ എൻ്റെ സ്വന്തം ഭാര്യയായിട്ട് പോലും ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് എന്നെ തടയുന്നുണ്ടെങ്കിൽ അത്രമാത്രം പ്രാധാന്യമുള്ളത് തന്നെയാണ് ആശയം, ആ ആദർശം. അങ്ങനെ അവരെ യാത്ര തുടർന്ന് പോയി. ഇക്രിമ ഏകദേശം മക്കയുടെ അടുത്തേക്ക് എത്താറായപ്പോഴേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിച്ചു. സത്യവിശ്വാസിയായും പലായനം ചെയ്യുന്ന ആളായും ഇക്രിമ നിങ്ങളുടെ അടുത്തെത്തിയാൽ എല്ലാവിധ സംരക്ഷണവും നൽകണം. ഇക്രിമയുടെ പിതാവിനെക്കുറിച്ച് ദുഷിച്ച് നിങ്ങൾ ഇക്രിമയോട് ദയവായി സംസാരിക്കരുത്. മരിച്ചവരെ ദുഷിച്ച് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് വേദനിക്കുന്ന കാര്യമാണ്. മരിച്ചുപോയവരാണെങ്കിൽ അത് കേൾക്കുകയില്ല താനും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോഴേക്കും അതാ കടന്നു വരുന്നു റസൂലിൻ്റെ ഹദറത്തിലേക്ക് ഇക്രിമയും ഭാര്യ ഉമ്മു ഹക്കീം. ഇക്രിമ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷാധിക്യം കൊണ്ട് മേൽമുണ്ട് പോലും ധരിക്കാതെ വേഗം ഇറങ്ങി വന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത്രമാത്രം ബദറിലും മുഹദിലും അതിതീവ്രമായ അക്രമങ്ങൾ അഴിച്ചുവിട്ട മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ആളുകളെ വധിച്ച ആ ഇക്രിമയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൽ സമർപ്പിക്കാൻ വേണ്ടി വരികയാണ്. ആ ഇക്രിമയെ വേഗം ചെന്ന് സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇക്രിമയുടെ അടുത്തേക്ക് ചെന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇക്രിമ പറഞ്ഞു, താങ്കൾ എനിക്ക് സുരക്ഷിതത്വം തന്നിട്ടുണ്ട് എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, അത് ശരിയാണ്. ഉടനെ ഇക്രിമ ചോദിച്ചു, താങ്കൾ എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്? ഇക്രിമ ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ലെന്നും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കുവാനാണ് ഞാൻ ക്ഷണിക്കുന്നത്. കൂടെ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. തുടർന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഏതാനും കാര്യങ്ങൾ കൂടെ ഇക്രിമയെ പഠിപ്പിച്ചു കൊടുത്തു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ ഇക്രിമ പറഞ്ഞു, സത്യമാണ്, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത്, ഏറ്റവും നല്ല കാര്യമാണിത്.
തുടർന്ന് ഇക്രീമ പറയുന്നുണ്ട്, ചില സമ്മതങ്ങൾ നടത്തുന്നുണ്ട് അവിടെ. താങ്കൾ ഏതൊരു ആളിലേക്കാണോ ജനങ്ങളെ ക്ഷണിക്കുന്നത് അതിൻ്റെയൊക്കെ മുമ്പേ അങ്ങ് ഞങ്ങളുടെ കൂടെ ജീവിച്ച ആളാണ്. അങ്ങേ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഞങ്ങൾക്കിടയിൽ ഏറ്റവും സത്യസന്ധമായി സംസാരിച്ചത് താങ്കളായിരുന്നു. അന്ന് ഞങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തതും സുഹൃതത്തിൻ്റെ ഏറ്റവും നല്ല വ്യക്തിയും താങ്കൾ തന്നെയായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇക്രിമ ആ കൈ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ കരങ്ങളിലേക്ക് നീട്ടി അവിടുന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഇക്രിമ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് ഘട്ടങ്ങളിൽ താങ്കളെ നേരിടുകയും ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്കളുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും താങ്കൾക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് പുറത്ത് കിട്ടാൻ, റബ്ബ് പുറത്തു തരാൻ വേണ്ടി താങ്കൾക്കെതിരെ ഞാൻ എത്ര കണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി താങ്കളുടെ കൂടെ നിന്നുകൊണ്ട് റബ്ബിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുന്നു പ്രഖ്യാപിക്കുന്നു. അന്ന് മുതൽ നടന്ന എല്ലാ യുദ്ധങ്ങളിലും സാന്നിധ്യമായിരുന്നു ഇക്രിമ റളിയല്ലാഹു അൻഹു. നിറഞ്ഞ ആരാധനയോടെ ഇബാദത്തിൽ മുഴുകി സൂക്ഷ്മമായ ജീവിതവും അതോടൊപ്പം നിറഞ്ഞ പോരാളിയുമായിരുന്നു ഇക്രിമ റളിയല്ലാഹു അൻഹു. നന്നായ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു ഇക്രിമ റളിയല്ലാഹു അൻഹു. ചില ഘട്ടങ്ങളിൽ ആ വിശുദ്ധമായ ഖുർആൻ മുഖത്തോട് ചേർത്ത് വെച്ച് ഇക്രിമ റളിയല്ലാഹു അൻഹു വിതുമ്പി കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളാണിത്, എൻ്റെ അള്ളാഹുവിൻ്റെ വാക്കുകളാണിതിൽ എന്ന് പറഞ്ഞ് വിതുമ്പി കരയുമായിരുന്നു ഇക്രിമ ഇബ്നു അബൂ ജഹൽ റളിയല്ലാഹു അൻഹു. റസൂലിന് കൊടുത്ത വാക്ക് ഇക്രിമ അക്ഷരം പ്രതിപാലിച്ചു. അതിനുശേഷം നടന്ന ഒരു യുദ്ധത്തിലും ഒരിക്കൽ പോലും വൈമനസ്യം കാണിച്ചില്ല. എല്ലാ യുദ്ധങ്ങളുടെയും മുൻപന്തിയിൽ ഇക്രിമ ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അതിശക്തമായ കുതിരപ്പോരാട്ടത്തിൽ മിടുക്കനായതുകൊണ്ട് ഇസ്ലാമിൻ്റെ പക്ഷത്തിന് വലിയ വിജയങ്ങൾ നൽകുന്നതിൽ ഇക്രിമയുടെ പങ്ക് ഓരോ യുദ്ധങ്ങളിലും നിർണായകമായിരുന്നു. ഇക്രിമയുടെ സാന്നിധ്യം ശത്രുക്കൾ വല്ലാതെ പേടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് റോമക്കാരുമായുള്ള യർമൂക്ക് യുദ്ധം കടന്നു വരുന്നത്. അതിശക്തമായ തീപ്പൊരി പോരാട്ടമാണ് റോമക്കാരുമായി യർമൂക്ക് യുദ്ധത്തിൽ നടന്നിട്ടുള്ളത്. എല്ലാ ഭാഗത്തും ശക്തമായ പോരാട്ടങ്ങൾ നടക്കുകയാണ്. ഇക്രിമ തൻ്റെ വാളിൻ്റെ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരി യുദ്ധത്തിന് അതിശക്തമായ പോരാട്ടത്തിന് വേണ്ടി, അടുത്ത മുന്നേറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഈ രംഗം കണ്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് പറയുന്നുണ്ട്, ഇക്രിമ താങ്കളത് ചെയ്യരുത്, താങ്കളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. താങ്കളെപ്പോലുള്ള ആൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് കനത്ത നഷ്ടമായിരിക്കും, താങ്കൾ പോകരുത് എന്ന് പറയുന്നുണ്ട് ഇക്രിമയോട് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് സങ്കടത്തോടെ ചില കാര്യങ്ങൾ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഖാലിദ്, താങ്കൾ ദയവായി എന്നെ വിട്ടേക്കണം. താങ്കൾക്ക് റസൂലുള്ളാഹിൻ്റെ കൂടെ പല യുദ്ധങ്ങൾക്കും എനിക്ക് മുമ്പേ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ അന്നൊക്കെ ശത്രുപക്ഷത്തായിരുന്നു. ദയവായി എൻ്റെ താങ്കൾ വിടണം. എനിക്ക് അള്ളാഹുക്കും റസൂലിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനും എൻ്റെ പിതാവും റസൂലിനെതിരെ കഠിനമായി പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്തതിനൊക്കെ ഞാൻ പശ്ചാത്താപം ചെയ്യുകയാണ്. റസൂലിനോട് യുദ്ധം ചെയ്തതിൻ്റെ ഇരട്ടി എനിക്ക് ചെയ്യേണ്ടതുണ്ട്. ദയവായി എന്നെ വിട്ടേക്കുക. തുടർന്ന് മുസ്ലിം സംഘത്തിന് നേരെ തിരിഞ്ഞ് ഇക്രിമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മരണം ഉറപ്പിച്ച് പോരാടാൻ തയ്യാറുള്ളത് ആരൊക്കെയാണ്? ആ സമയത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യനായ ഹാരിത്ത് ഇബ്നു ഹിഷാമും ളിറാർ ഇബ്നു അസ്വറും 400ഓളം വരുന്ന മുസ്ലിം പട്ടാളക്കാരും തൻ്റെ ഇടത്തോടെ മുന്നോട്ട് വന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സൈനിക ആസ്ഥാനത്തിനടുത്ത് വെച്ച് ശക്തമായ പോരാട്ടമാണ് അവർ നടത്തിയത്. മുസ്ലിം ഭാഗത്തിൻ്റെ അതിശക്തമായ മുന്നേറ്റത്തിൽ നിർണായകമായ പങ്ക് ആ ഒരു സംഘത്തിന് വഹിക്കാൻ സാധിച്ചു എന്നതാണ് ചരിത്രം. പിന്നീട് യർമൂക്ക് യുദ്ധത്തിൻ്റെ സമാപനത്തിൽ അവിടെ മരിച്ചു കിടക്കുന്ന ധാരാളം മയ്യത്തുകളുണ്ടായിരുന്നു. അവിടെ പരിശോധിക്കുന്നിടയിൽ കണ്ട ഒരു രംഗം ലോക മനസാക്ഷിയെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു രംഗമായിരുന്നു. കൂട്ടുകാരായ 3 മുസ്ലിം പോരാളികൾ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റുകളിട്ട് അങ്ങേയറ്റം ക്ഷീണിതരായി മരണത്തിൻ്റെ തൊട്ടടുത്ത സെക്കൻഡുകളിൽ അവർ ആ പടർക്കളത്തിൽ വീണ് കിടക്കുകയാണ്. ഒന്ന് ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അയ്യാഷ് ഇബ്നു അബി റബിയ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് ഇക്രിമ ഇബ്നു അബൂ ജഹൽ റളിയല്ലാഹു അൻഹു. രക്തം വാർന്ന് മരണത്തോട് മല്ലടിച്ച് ജീവിതത്തിൻ്റെ അവസാന സെക്കൻഡുകളിലുള്ള ആ സമയത്ത് ഹാരിസ് ഇബ്നു ഹിഷാം വെള്ളത്തിന് വേണ്ടി ഉറക്കെ ചോദിച്ചു. ഒരു സ്വഹാബി ഓടി വന്ന് അല്പം വെള്ളമെടുത്ത് ഹാരിസ് ഇബ്നു ഹിഷാമിൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ഹാരിസ് ഇബ്നു ഹിഷാം അപ്പുറത്ത് കിടക്കുന്ന മുറിവേറ്റ് മരണത്തിൻ്റെ തൊട്ടടുത്ത സെക്കൻഡിൽ കിടക്കുന്ന ഇക്രിമ വെള്ളം കിട്ടുമോ എന്ന പ്രതീക്ഷയിൽ തന്നെ നോക്കുന്നത് കണ്ട ഹാരിസ് ഉടൻ ഇക്രിമയുടെ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ആംഗ്യം കാണിച്ചു കൊടുക്കുകയാണ്. മരണത്തിൻ്റെ ഘട്ടത്തിൽ ആ സ്വഹാബി ഇക്രിമയുടെ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു വെള്ളം കൊണ്ട്. അപ്പോൾ ഇക്രിമ അപ്പുറത്ത് കാണുന്നു അയ്യാഷ് എന്നവർ റളിയല്ലാഹു അൻഹു വെള്ളം ചോദിച്ചുകൊണ്ട്, വെള്ളം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കുന്നത് കാണുന്നത്. ഉടൻ ഇക്രിമ അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. മരണത്തിൻ്റെ അതികഠിനമായ ദാഹത്തിൻ്റെ ഘട്ടത്തിലാണ് തൻ്റെ കൂട്ടുകാരന് കിട്ടട്ടെ എന്ന ചിന്ത വരുന്നത്. അങ്ങനെ ആ സ്വഹാബി മൂന്നാമത്തെ ആ ഒരു അയ്യാഷ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും ആ സ്വഹാബി അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴടങ്ങിയിരുന്നു, മരണപ്പെട്ടിരുന്നു. തിരിച്ച് ഓടി ഇക്രിമയുടെ അടുത്തേക്ക് കൂടി. അപ്പോഴത്തേക്കും ഇക്രിമയും അള്ളാഹുവിലേക്ക് മടങ്ങിയിരുന്നു.
ആദ്യത്തെ ആളുടെ അടുത്തേക്ക് ഓടി. ഹാരിസ് റളിയല്ലാഹു അവിടെ അപ്പോഴേക്കും അവരും അല്ലാഹുവിലേക്ക് പോയിരുന്നു. വല്ലാത്തൊരു സമർപ്പണത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു സമർപ്പണത്തിൻ്റെയും ചരിത്രമാണ് യർമൂക്കിൻ്റെ ചരിത്രം. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരു ഘട്ടത്തിൽ പിതാവിൻ്റെ കൂടെ ചേർന്ന് അക്രമങ്ങൾ കഴിച്ചുവിട്ടതിനെ എല്ലാ തരത്തിലും പ്രായശ്ചിത്തം ചെയ്ത് ധീര ഷഹീദായിട്ട് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് പോയവരാണ് ഇക്രിമ ഇബ്നു അബൂ ജഹൽ റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.